ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ, ഏത് ഉണ്ണി മൂന്നിനൊക്കെ ഒക്കെ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആക്കി എടുത്ത് ചുമ്മാ എന്താണെന്നറിയാമോ, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഇപ്പം നിങ്ങൾ എത്ര പേരിങ്ങനെ നിൽക്കുന്നുണ്ട്, ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല മോനെ. നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാ. അപ്പോൾ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കി കണ്ടു. എനിക്ക് അങ്ങനെയല്ല, ഓക്കെ വയലൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ ഒരു ഫീൽ വരാത്ത മാതിരി തോന്നിയിട്ടുണ്ടോ? മാർക്കോ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 15 ദിവസം കഴിഞ്ഞു. ഈ 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 100 കോടി കളക്ഷന് നേടിയിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് മാർക്കോയെ പറയാനായിട്ട് പറ്റും. മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സൂപ്പർ സ്റ്റാർ ആര് എന്നതിന് ഉത്തരവും നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കഴിഞ്ഞു. ആരാണ് ഉണ്ണി മുകുന്ദൻ? പലരും കളിയാക്കുകയും തള്ളിക്കളയുകയും ചെയ്തപ്പോൾ പോലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഏക നടനാണ് ഉണ്ണി മുകുന്ദൻ. വളരെ കഷ്ടപ്പാടിലൂടെയാണ് അദ്ദേഹം ജീവിച്ചു വന്നത്. അദ്ദേഹം സിനിമയിൽ എത്താൻ വേണ്ടി അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലൂടെ തന്നെ അദ്ദേഹം പറയുകയുമുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ട്. വളരെ ബുദ്ധിപൂർവമാണ് ഈ ഒരു മാർക്കോയുടെ റിലീസ് തന്നെ അവർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം, അതായത് ഡിസംബർ മാസം കേരളത്തിൽ ആദ്യം റിലീസ് ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇത് അടുത്ത ഹിന്ദിയിലായി, അത് കഴിഞ്ഞതിന് ശേഷം തെലുങ്കിൽ ഈ ജനുവരി 1-ാം തീയതി റിലീസ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം 3-ാം തീയതി തമിഴിൽ റിലീസ് ചെയ്തു. അങ്ങനെ തുടങ്ങി വമ്പൻ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു റിലീസിംഗ് ഡേറ്റ് തന്നെ അവർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാർക്കോ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തു. മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ സ്ഥാനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു, പാൻ ഇന്ത്യൻ നടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. ഇപ്പോൾ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദനെ അറിയാത്തവരായിട്ട് ആരുമില്ല, ചുരുക്കമാണ്. എല്ലാവരും മനസ്സിലാക്കി, അത്രമാത്രം ഹൈപ്പിലാണ് ഉണ്ണി മുകുന്ദൻ്റെ റേഞ്ച് പോയിരിക്കുന്നത്. ഇനി മലയാള സിനിമയിൽ ഇദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഹൈപ്പ് മേൽ പോയിരിക്കുന്നത്. ഹിന്ദി സിനിമയിലൊക്കെ നമുക്ക് താമസിക്കാതെ തന്നെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തിനേറെ പറയുന്നു, ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ദക്ഷിണ കൊറിയയിൽ ഈ പറയുന്ന മാർക്കോ റിലീസ് ചെയ്യുകയാണ്. അവിടേക്ക് റിലീസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചുരുക്കം സിനിമകളെ അവിടെയൊക്കെ റിലീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡിൽ വരെ ഈ പറയുന്ന മാർക്കോ ഫുൾ പബ്ലിസിറ്റി ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ചാൻസ് വേറെ ലെവലാ മോനെ, വേറെ ലെവലാ. ഇനി ഉണ്ണി മുകുന്ദൻ്റെ കൊടുങ്കാറ്റ് അങ്ങനെ ദക്ഷിണ കൊറിയയിലും ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉണ്ണി മുകുന്ദൻ്റെ മല്ലു സിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും അതിൻ്റെ അകത്തെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ് ഉണ്ണി മുകുന്ദന് മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറുകൾ എങ്ങനെയുള്ളതാണെന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഈ മാർക്കോയിലൂടെ പുറത്തു വരികയും അത് വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ചിലവന്മാർക്കൊക്കെ കുരുപൊട്ടിയിരുന്നു. അതിൻ്റെ അകത്ത് കുരുപൊട്ടിയവരായിരുന്നു സീക്രട്ട് ഏജൻറ്റ്. അതോടൊപ്പം തന്നെ പുതിയ സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് എത്തിയപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞത്, എൻ്റെ സിനിമയിൽ ഇങ്ങനെ അടിപിടികളൊന്നുമില്ല, ഫാമിലിക്കൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു രംഗമാണ് അതിൻ്റെ അകത്തുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് മാർക്കോയെ തരം താഴ്ത്തി പറഞ്ഞു. അതുകൂടാതെ മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച് ആര് പറഞ്ഞു? ജാഫർ ഇടുക്കി പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും ഈ സിനിമയെ ഒരു വിധത്തിൽ അവഹേളിച്ചൊക്കെ ഇട്ടു. എങ്കിൽ എന്തു പറ്റി? ഇത് കത്തി കയറിയിട്ട് എന്തായി? പാൻ ഇന്ത്യയിൽ വരെ വമ്പൻ ഹിറ്റായി മാറി. അങ്ങനെ ഹിറ്റായപ്പോഴെന്ത് ചെയ്തു? ഇവരങ്ങ് പ്ലേറ്റ് മാറ്റിയിട്ട് അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ജാഫർ ഇടുക്കി എന്തായിരുന്നു അന്ന് പറഞ്ഞത്, എന്താണ് ഇപ്പൊ പറയുന്നത്, ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആഫ്രിക്ക ഇപ്പോൾ വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കോയുടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ മാർക്കോ കീർക്കോ ഒന്നും അവരുടെ വിഷയമേ അല്ല. മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ആ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ വന്നപ്പോൾ കളിയാക്കി. ആ കളിയാക്കി വിട്ട ആള് അങ്ങ് എയറിൽ പോയ സമയത്ത് പുള്ളിക്കാരൻ ഇപ്പോൾ വന്നിട്ട് അങ്ങ് ന്യായീകരിച്ച് അങ്ങ് തള്ളുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കേട്ടു നോക്കി. സ്ക്രീനോ അല്ല, മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ. അപ്പോൾ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞൊന്നും പറഞ്ഞ് വലിയ വിഷയമുണ്ടാക്കി. ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ, ഏത് ഉണ്ണി മൂന്നിനൊക്കെ
ഒക്കെ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആക്കി എടുത്ത് ചുമ്മാ എന്താണെന്നറിയാമോ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഇപ്പം നിങ്ങൾ എത്ര പേരിങ്ങനെ നിൽക്കുന്നുണ്ട്, ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല അവനെ. നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാ. അപ്പോൾ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത്. നമ്മൾ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം, അവനെ കൊല വിളിക്കണം ഞാൻ പറയണം. അങ്ങനെ പറയുന്നവരെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരു നിസാര കേസൊക്കെ പറഞ്ഞ് അതൊക്കെ കൊള്ളിയാത്ത കൊള്ളി. ആ പോട്ടെ ആക്കിയാൽ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു, ആ കൊച്ചെന്നോട് ക്ഷമിച്ചു കാണും ചിലപ്പം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ. മനഃപൂർവ്വം പറഞ്ഞ ഒരു ഡയലോഗ് ആണെങ്കിൽ അവനെ എടുത്ത് കൊല വിളിക്കണമെന്ന് ഇവിടെ ജാഫർ ഇടുക്കി തന്നെ പറയുന്നുണ്ട്. അവിടെ മനഃപൂർവ്വം അല്ലെങ്കിൽ അവിടെ ജാഫർ ഇടുക്കി എന്താണ് ഉദ്ദേശിച്ചത്? വെള്ളരിക്കപ്പെട്ടണോ? എന്താ അവിടെ പറഞ്ഞത്? അവിടെ പറഞ്ഞത് മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയല്ലേ? അല്ലെങ്കിൽ പറയണം മാർക്കോ ഒരു വശത്താണെങ്കിൽ നമ്മുടെ പടവും വരും, അതും നിങ്ങൾ കാണണം. അല്ലെങ്കിൽ ആ പടം കാണുന്നത് പോലെ തന്നെ നമ്മുടെ പടവും കാണാൻ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എന്ന് പറയണമായിരുന്നു. അല്ലാതെ അവിടെ കളിയാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് മെഴുകിക്കൊണ്ടിരിക്കല്ലേ. കാരണം മാർക്കോ ഫുൾ തിയേറ്ററുകളിൽ ഓടുമ്പോൾ ഇവിടെ ഈ പറയുന്ന ജാഫറിന് ഒന്ന് മുട്ടി അന്നേരം. ആ സമയത്താണ് ജാഫറിന് അങ്ങനെ പറയാനായിട്ട് തോന്നിയത്. ഇപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നുന്നതും അതുകൊണ്ട് തന്നെയൊക്കെയാണ്. കാരണം സ്വന്തം പടം ഇറങ്ങിയിട്ട് ആരും കാണാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആരായാലും അങ്ങനെ പറഞ്ഞു പോകും. എന്നാൽ ഇത് മാത്രമല്ല, ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റും മെഴുകി അങ്ങ് വെളുപ്പിച്ചിരുന്നു. പുള്ളി പറഞ്ഞത് വേറെ, പുള്ളി ഇപ്പോൾ പറയുന്നത് വേറെ. അങ്ങനത്തെ രീതിയിൽ പുള്ളി ഇപ്പം മെഴുകി നിൽക്കുകയാണ്. അത് ഒരു വശത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പുതിയൊരു അവതാരം എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിഗ് ബോസിലെ നോറ. ബിഗ് ബോസ് സീസൺ 6 വന്ന നോറ ഈ സിജോയുടെ കല്യാണത്തിന് പോയായിരുന്നു. ബിഗ് ബോസിൽ സീസൺ 6 തന്നെയുള്ള സിജോയുടെ കല്യാണത്തിന് പോയ സമയത്ത് മീഡിയക്കാർ ചോദിച്ചു മാർക്കോ കണ്ടോയെന്ന് ചോദിച്ചു. മാർക്കോ കണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരി പറയുന്നു ഞാൻ കണ്ടു, വയലൻസ് ഒക്കെ കൊള്ളാം, പക്ഷേ അതിൻ്റെ അകത്ത് ഡയലോഗ് പ്രസൻറ്റേഷൻ ഒന്നും കൊള്ളത്തില്ല, അത് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ഒരു വർത്തമാനം പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരി ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ടേ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞത്. അതോ ഇനി ഏറി കയറാനാണോ അതോ അതുവഴി വൈറലാകാനാണോ എന്ന് അറിയത്തില്ല. എന്തുവായാലും പുള്ളിക്കാരി പറഞ്ഞ ആ കാര്യം കൂടെ ഒന്ന് കേട്ടു നോക്കിയേ. എനിക്ക് അങ്ങനെയല്ല, ഓക്കെ വയലൻസ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ ഒരു പെർസ്പെക്ടീവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ ഒരു ഫീൽ വരാത്ത മാതിരി തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നി. ഡയലോഗ് ബാക്കിയൊക്കെ വയലൻസ് വാസ് വാവ്. ആളില്ലേ സൈലന്റ് ആയിട്ട് നിന്നിട്ട് എന്താ പറയാ മാസ് ഇടുമ്പോഴും ആക്ഷൻ ഇടുമ്പോഴും അടിപൊളി. ബട്ട് ഡയലോഗ് ഡെലിവറി പറയുമ്പോൾ ഒരു പുള്ളിക്കാരിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. കാരണം ഡയലോഗ് ഡെലിവറിയൊക്കെ അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നാണ് ഇവിടെ ഈ നോറ പറയുന്നത്. നോറയൊക്കെ ഡയലോഗ് ഡെലിവറി നല്ല രീതിയിൽ പറഞ്ഞത് നമ്മൾ ബിഗ് ബോസിൽ വെച്ച് കണ്ടതാണ്. ഡയലോഗൊക്കെ വെച്ച് കാച്ചത് പറഞ്ഞ അവിടെ പോയി ഇങ്ങനെ കരയുമായിരുന്നു ഫുൾ ടൈം. ഈ കരഞ്ഞ ആളാണ് വന്നിരുന്ന് പറയുന്നത് ഡയലോഗ് ഡെലിവറി ഒട്ടും അങ്ങോട്ട് ഒത്തില്ല എന്ന്. വയലൻസ് ഒക്കെ വാവുമായിരുന്നു, ബാക്കിയൊക്കെ കൂവായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും പുള്ളിക്കാരിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇവിടെ ജാഫർ ഇടുക്കിയെ പോലുള്ള ആൾക്കാർ അവർ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് കൊള്ളുന്നത്. അവർ വന്ന് പറയുന്നു ഒരു സൈഡിൽ കൂടെ മാർക്കോ കീർക്കോ എന്ന് പറയുന്നു, ഇവിടെ വന്നിട്ട് പറയുന്നു ഇല്ല അതെൻ്റെ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ ഞങ്ങളുടെ ചെക്കനാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. മുമ്പ് ചെക്കനും കുക്കനും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവനൊന്ന് ലെവലായി വന്നപ്പോഴത്തേന് ഇപ്പം ചെക്കനായി, സ്വന്തമായി, കൂട്ടുകാരായി. അങ്ങനെയാണ്. നമുക്കെന്തെങ്കിലും ഉള്ളപ്പോൾ കൂടാൻ ഇഷ്ടം പോലെ കാര്യം കാണും, നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ ആരും കാണത്തില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്തുമായാലും മാർക്കോ ഇപ്പോൾ 100 കോടിയും കടന്ന് അങ്ങ് ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെലുങ്കിലും തമിഴിലും ഒക്കെ നല്ല റിവ്യൂ ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദിയിലെ റിവ്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാ ഭാഷകളിലും നല്ല അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഈ മാർക്കോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും